ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം നേരുകയാണ്. ഞാനിന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്നലെ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് UDF തിരിച്ചു പിടിച്ചതിൻ്റെ ആദ്യ സ്വീകരണവും പൊതുസമ്മേളനവും ഇന്നലെ അമ്മിനിക്കാട് വെച്ച് അമ്മിനിക്കാട് ഗ്ലോബൽ KMCC നടത്തിയ ഒരു പ്രോഗ്രാം അതിഗംഭീരമായിരുന്നു. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത 16 ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ വരുന്ന 2 ബ്ലോക്ക് ഡിവിഷനും അതുപോലെ തന്നെ 3 ബ്ലോക്ക് ഡിവിഷന് കേന്ദ്രീകരിച്ചുള്ള ബ്ലോക്ക് മെമ്പർമാർക്കും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് അടക്കമുള്ളവർക്ക് ഇന്നലെ അവിടെ സ്വീകരണം നൽകിയത്. അതിഗംഭീരമായ ഒരു പ്രോഗ്രാമാണ് അവർ ഇന്നലെ അവിടെ സംഘടിപ്പിച്ചത്. ഇലക്ഷന് 3 മാസം മുമ്പേ വലിയ ഹരിതാപം 2025 എന്നൊരു പരിപാടി അവർ സംഘടിപ്പിച്ചിരുന്നു. വളരെ ഗംഭീരമായി തന്നെ ആ പ്രോഗ്രാം വളരെ കൃത്യമായി തന്നെ അത് താഴേക്കോട് പഞ്ചായത്തിലെ സാധാരണക്കാരിൽ ആ ഒരു പ്രോഗ്രാം ആഴ്ന്നിറങ്ങിയത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകർക്ക് അതിൻ്റെ ഊർജ്ജം ലഭിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി ഒരുമയായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കൃത്യമായി തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. ഏതായാലും അതിന് നേതൃത്വം നൽകിയ അന്ന് ഹരിതാപം 2025 പ്രോഗ്രാമിന് നേതൃത്വം നൽകിയ താഴേക്കോട് പഞ്ചായത്ത് ഗ്ലോബൽ KMCC കമ്മിറ്റിയാണ് അന്ന് സംഘടിപ്പിച്ചത്. ഇത് ഇന്നലെ സംഘടിപ്പിച്ചത് അമ്മിനിക്കാട് ഗ്ലോബൽ KMCC ആണ് ഇന്നലെ സംഘടിപ്പിച്ചത്. നിലവിൽ ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്ത 2ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുത്ത റഹ്മത്തുമലയിൽ, 3ാം വാർഡ് കളപ്പാടൻ ഹുസൈൻ സാഹിബ്, 4ാം വാർഡ് യാസർ കല്ലടി, 5ാം വാർഡ് ഷമീർ പൊന്നേത്ത്, 6ാം വാർഡ് KM ഫത്താഹ്, 7ാം വാർഡ് നടകളത്തിൽ അഷ്റഫ്, 9ാം വാർഡ് ജസ്ന നറുക്കോട്ടിൽ, 10ാം വാർഡ് സുനീറ ഫിറോസ്, 11ാം വാർഡ് ബാലചന്ദ്രൻ ചെറുപ്പത്തൂർ, 12ാം വാർഡ് VP അബൂ സബാഹ്, 13ാം വാർഡ് ദിവ്യ മൂത്തേടത്ത്, 14ാം വാർഡ് സുഹ്റ റിയാസ്, 16ാം വാർഡ് നസീമ അത്തിക്കോടൻ, 20ാം വാർഡ് ജമീല വാട്ടുപാറ. അതുപോലെ തന്നെ താഴേക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വിജയിച്ച പ്രിയപ്പെട്ട അതോടൊപ്പം തന്നെ നമ്മുടെ ജനപ്രതിനിധികളായ വാർഡ് 22 നിന്നും വിജയിച്ച റീന പെട്ടമണ്ണ, അതുപോലെ തന്നെ 24 നിന്ന് വിജയിച്ച ആറങ്ങോടൻ മുഹമ്മദിൽ അടക്കമുള്ള ജനപ്രതിനിധികൾക്കും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച പ്രിയപ്പെട്ട പ്രവീണ ഹബീബ് താഴേക്കോട് ഡിവിഷൻ, EK ഫസീല ബഷീർ അരക്കുറമ്പ് ഡിവിഷൻ, അതുപോലെ തന്നെ ആനമങ്ങാട് ഡിവിഷനിലെ പ്രിയപ്പെട്ട CK ഹാരിസ് അടക്കമുള്ളവ, അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ അധ്യക്ഷ അഡ്വക്കേറ്റ് നജ്മാത്ത് ബഷീർ അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികൾക്കും അതോടൊപ്പം തന്നെ അമ്മിനിക്കാട് മേഖല എന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കളപ്പാടൻ ഹുസൈൻ സാഹിബിന് നൽകുന്ന ഒരു ഊർജ്ജസ്വലമായ സ്വീകരണം കൂടി എന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ദിവ്യ മൂത്തേടത്തും വളരെ ഭംഗിയായി തന്നെ ഇന്നലെ ആ പരിപാടി സംഘടിപ്പിക്കാൻ ഗ്ലോബൽ KMCCക്ക് കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ്. സംഘടനാ സംവിധാനത്തിൽ പോഷകഘടകങ്ങൾ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ പോഷകഘടകങ്ങൾ ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമാണ്. എന്നാൽ വിഭിന്നമാണ് KMCCയുടെ പ്രവർത്തനം. ജീവകാരുണ്യ പ്രവർത്തനവും അതുപോലെ തന്നെ സംഘടനയ്ക്ക് വേണ്ടിയുള്ള അഹോരാത്രമായ വിദേശ നാടുകളിൽ പ്രവാസ ലോകത്ത് അവർ ചെയ്യുന്ന നസീമമായ പ്രവർത്തനം മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് എന്നും അത് ഓർമ്മിക്കപ്പെടേണ്ടതാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ നടത്തിയ ഈ 3 മാസം മുമ്പ് ഇവർ നടത്തിയ ഹരിതാപം 2025 തികച്ചും ഞാൻ അതിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, വരുന്ന തിരഞ്ഞെടുപ്പിലുള്ള ഒരു ചൂണ്ടുപലകയാണെന്ന്. അത് കൃത്യമായി അനർത്ഥമാക്കുന്ന രീതിയിലാണ് കൃത്യമായി KMCCയുടെ ആ ഒരു ഫോളോ അപ്പ്, കൃത്യമായി അവരുടെ നിശ്ചിതമായ പ്രവർത്തനം, ചിട്ടയായ പ്രവർത്തനം കൃത്യമായി തന്നെ നല്ലൊരു മാർജിനിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും സാധിച്ചു. ഏതായാലും അതിന് പാർട്ടിയുടെ നേതാക്കളെ ഓരോരുത്തരെയും ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് VP റഷീദ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി MT അഫ്സൽ അടക്കമുള്ളവർ, സഹഭാരവാഹികൾ, അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നിന്നുള്ള നിയോജക മണ്ഡലം ഭാരവാഹികൾ, നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസർ മാസ്റ്റർ, നിയോജക മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി AK മുസ്തഫ സാഹിബ് അടക്കമുള്ള ആ ഒരു ലീഡേഴ്സിൻ്റെ മികവുറ്റ പ്രവർത്തനം ഏതായാലും അതിൻ്റെ ഒരു ശ്രമഫലമായി തന്നെ
താഴക്കോട് ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സമയത്ത് നമുക്ക് അത് ഉണർത്താൻ കൂടി സാധിക്കുന്നു. ആ പരിപാടിയിൽ കരുത്തേകിക്കൊണ്ട് പ്രിയങ്കരനായ മുൻ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് നാലപ്പത്ത് സൂപ്പി സാഹിബാണ് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രിയങ്കരനായ പെരിന്തൽമണ്ണയുടെ സൂപ്പർ സ്റ്റാർ പ്രിയപ്പെട്ട നജീബ് കാന്തപുരം MLA മികവുറ്റ പ്രവർത്തനം നിയോജകമണ്ഡലത്തിലുടനീളം 6 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും UDF കൈകളിൽ ഭദ്രമാക്കാൻ പ്രിയപ്പെട്ട MLA മികവുറ്റ പ്രവർത്തനം തന്നെയാണ് ഇതിനൊക്കെ നമുക്ക് തുണയായത് എന്ന് കൂടി. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ പോഷക ഘടകങ്ങൾ യൂത്ത് ലീഗ്, MSF, STU, പ്രവാസി ലീഗ്, വനിതാ ലീഗ്, ഹരിത അടക്കമുള്ള എല്ലാ പോഷക ഘടകങ്ങളും പ്രത്യേകിച്ച് വനിതാ ലീഗിൻ്റെയൊക്കെ മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഏതായാലും ഇന്നലെ നടന്ന നമുക്ക് ആ പരിപാടി നമുക്കൊന്ന് വീക്ഷിക്കാം. അവിടെ ഇന്നലെ നടന്ന ഘോഷയാത്രയും അത് കഴിഞ്ഞ് നടന്ന പൊതുസമ്മേളനവും അതുപോലെ തന്നെ സ്വീകരണ പൊതുയോഗവും നമുക്ക് വീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവരും അത് നമ്മൾ ആസ്വദിക്കുക എന്നാണ് ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് മുസ്ലിം ലീഗ്. പ്രിയമുള്ളവരെ, ഇന്നലെ നടന്ന പ്രോഗ്രാമിൽ ഞാൻ ഒരാളെ പറയാൻ മറന്നുപോയി. ഏതായാലും താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച പ്രിയങ്കരിയായ സാജിദ ടീച്ചർ അടക്കമുള്ളവർക്ക് ഇന്നലെ സ്വീകരണ പരിപാടിയിൽ വലിയ ഗംഭീരമായ സ്വീകരണമാണ് നൽകിയത്. 10,000-ലധികം വോട്ടുകൾക്ക് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട സാജിദ ടീച്ചർ അടക്കമുള്ളവർ പങ്കെടുത്ത പ്രോഗ്രാം. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം അധ്യക്ഷൻ പ്രിയങ്കരനായ AK നാസർ മാസ്റ്റർ, മുസ്ലിം ലീഗിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അബ്ദുൽ സലാം, നിയോജകമണ്ഡലം സെക്രട്ടറി പ്രിയപ്പെട്ട PT സക്കീർ മാസ്റ്റർ അടക്കമുള്ളവർ, അതോടൊപ്പം തന്നെ മറ്റ് കരുത്തേക്കിക്കൊണ്ട് എല്ലാ ഭാരവാഹികളും KMCCയുടെ അതുപോലെ തന്നെ പ്രവാസി ലീഗിൻ്റെയൊക്കെ ഭാരവാഹികൾ സംബന്ധിച്ച ഒരു പ്രോഗ്രാമായിരുന്നു. ഏതായാലും അതിൽ സംബന്ധിക്കാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമായി. ഒരു STUവിൻ്റെ ഒരു എളിയ ഭാരവാഹി, കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ STUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലക്ക് പരിപാടി സംബന്ധിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ്. ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സന്തോഷ നിമിഷങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു നിലയിലേക്ക് താഴക്കോട് ഗ്രാമപഞ്ചായത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹകരിച്ച പ്രിയപ്പെട്ട വോട്ടർമാർ, കൃത്യമായും 9 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ കൃത്യമായി പൊറുതിമുട്ടിയ ജനത വോട്ട് നൽകി UDFനെ അധികാരത്തിലേറ്റിയതാണ്. ആ വോട്ടർമാർക്കാണ് നമ്മൾ എല്ലാവിധ അഭിനന്ദനവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നത്. എല്ലാവർക്കും പ്രിയപ്പെട്ട വോട്ടർമാർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ ഇന്നലത്തെ പ്രോഗ്രാം നിങ്ങളെല്ലാവരും കാണണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും UDFന്റെ പക്ഷത്തേക്ക് ചേർത്ത് പിടിക്കുന്നതിൽ പങ്കാളിത്തം ലഭിച്ച ഭയങ്കരമായ ജനകീയനായ
رب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد. കളപ്പാടൻ ഹുസൈൻ സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുള്ള സ്വീകരണമാണ്. ആ സ്വീകരണത്തിൽ ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കളപ്പാടൻ ഹുസൈൻ സാഹിബ്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള യുവജന രാഷ്ട്രീയ രംഗത്തിന് ഒരു വാഗ്ദാനമായിട്ടുള്ള CK ഹാരിസ്. നാമമാണ്. കഴിഞ്ഞ 2.5 വർഷക്കാലമായി താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് തന്നിരുന്ന ഒരു ഉറപ്പാണ് താഴേക്കോട് പഞ്ചായത്തിൽ ഡിസംബർ 13 ഐക്യ ജനാധിപത്യ മുന്നണി LDFന്റെ കയ്യിൽ നിന്ന് ഭരണം തിരിച്ചു പിടിക്കും എന്നുള്ള ആ ഒരു ഉറപ്പ്. അത് നിങ്ങളുടെയൊക്കെ വലിയ ഹരിതയുടെ പ്രവർത്തകർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏലംകുളം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് ഒരു മെമ്പറാക്കി തന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറാണ്. ഈ പഞ്ചായത്തിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ 3 പഞ്ചായത്തുകളിൽ നിന്ന് നോക്കുമ്പോൾ 5550 വോട്ടുകൾ എന്നുള്ള പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. നമ്മുടെ ഈ അനുമോദന സംഘം നമ്മുടെ KMCCന്റെ നേതാക്കളൊക്കെ ഈ വേദിയിലേക്ക് കയറി വരിക. അടുത്തത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്കുള്ള 24-ൽ 16 മനസ്സിലുണ്ടാവണം. ഞാൻ ഈ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊള്ളാം. നേതൃത്വം നൽകുന്ന മുൻ മന്ത്രി കൂടിയായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള സൂഫി സാഹിബ് തുടങ്ങി പ്രസിഡന്റ് AK നാസർ മാഷ്, പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയുമായിട്ടുള്ള റഷീദ് മാഷ്, അതുപോലെ തന്നെ അഫ്സല്, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് S. അബ്ദുസലാം സാഹിബ്, ഓർഗനൈസിംഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസ്തഫ, വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മത്ത് ബഷീറ, വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഹാരിസ്. നേരെ പോയത് നമ്മുടെ ടൗൺ സ്ക്വയറിലേക്കാണ്. അവിടേക്ക് പോയിട്ട് പോലും അവർ പറയുന്നത് അവരുടെ ഓഫീസിൽ നേരെ കല്ലെറിഞ്ഞു എന്നുള്ളതാണ്. അഥവാ ഈ വിജയത്തിന്റെ ശോഭ കെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ഈ വിജയത്തിൽ ഒരു അക്രമം അഴിച്ചു വിട്ടുകൊണ്ട് അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്ദേശത്തോടു കൂടി നടത്തിയ പല പരിപാടികളും സാമൂഹിക മുതൽ അതേപോലെ ഇൻസൈറ്റ് നമ്മളെ ഓൺലൈൻ പഠന ക്ലാസ്സുകൾ എല്ലാ വർഷവും വിദ്യാർത്ഥികൾക്ക് പിന്നെ ജയിച്ച വിദ്യാർത്ഥികൾക്ക് നമ്മൾ സാധാരണ എല്ലാ +1 ഫുൾ A+ കിട്ടിയവർക്ക് മാത്രമാണ് അനുമോദനം കൊടുക്കാറുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, CK ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി നമ്മുടെ അഭിമാനമായ അടുത്തത് അരക്കുവര പഞ്ചായത്ത് പ്രസിഡന്റ്, മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്. അടുത്തത് 4-ാം വാർഡിൽ നിന്നും 5-ാം വാർഡിൽ 6-ാം വാർഡ് അവാർഡ് പ്രിയപ്പെട്ട KK ജാഫർ മാസ്റ്റർ. 9-ാം വാർഡിൽ നിന്ന് ജയിച്ച ജസ്നാക്ക്. അടുത്തത് സുനീറ, 10-ാം വാർഡിൽ വിജയിച്ച സുനീറാക്കുള്ള അവാർഡ് 12-ാം വാർഡിൽ നിന്ന് വിജയിച്ച സബു അബുസബ.
ഉപഹാരമാണ് ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട റീന ടീച്ചർ പെട്ടമണ്ണ, സിദ്ദീഖ് മലയിൽ നടത്തിയ സ്വാഹിറ സാലിഹിന് UDF 1 വാർഡ് കമ്മിറ്റി നൽകുന്നു സ്ട്രോങ് ആയി.